അല്പം മുൻപ് ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് നമ്മൾ തമ്മിലുള്ള സംസാരത്തിൽ പറയാതെ പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. കെ സുധാകരൻ കണ്ണൂരും അടൂർ പ്രകാശ് എം പി കോന്നിയിലും മത്സരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ചോദിക്കാനായിട്ട് വന്നപ്പോഴേക്കും ചേട്ടൻ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് പുറത്തേക്ക് പോയി. എന്തുകൊണ്ടാണ് ചേട്ടൻ ഇവർ രണ്ടുപേരും കണ്ണൂരും കോന്നിയിലും മത്സരിക്കണമെന്ന് ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള കാരണം? അതായത് പ്രശാന്തെ, ഈ കണ്ണൂർ ജില്ലയിൽ കെ സുധാകരൻ മത്സരിക്കുന്നു പറയുമ്പോൾ ധർമ്മടത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ മത്സരിക്കുമ്പോൾ ധർമ്മടത്തുള്ളവർ തന്നെ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നവർ തന്നെ പല സുഹൃത്തുക്കളും നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അവിടെയുള്ളവർ പേടിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത്. സഖാവ് പിണറായിയെ പേടിച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത്. രണ്ട്, ഈ നാടൊക്കെ ഈ പെരുമ്പളം പാലം പിന്നെ അതുപോലെ തന്നെ ബാക്കി ഇവിടെയൊക്കെ കണ്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും പാലവും തോടും അതും ഇതൊക്കെ പാലവും അല്ലാതെയുള്ള വികസനങ്ങളും ഒക്കെ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ നാട്ടിൽ എന്ത് വികസനമാണ് ഇദ്ദേഹം ചെയ്തത് എന്ന് എന്നോടൊരു നാട്ടുകാരൻ ചോദിച്ചിട്ടുണ്ട്. മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളിയായി നിഷ്കരണം കൊല്ലാൻ ശ്രമിച്ച പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന ഒരു ഇടത് ചിന്തകനുണ്ട്. അദ്ദേഹം എന്നോടൊരിക്കൽ സംസാരിച്ചു ചോദിച്ചു, അയ്യപ്പദാസെ എന്താണ് ഇദ്ദേഹം ഞങ്ങൾക്ക് ധർമ്മടത്തുകാർക്ക് ചെയ്തതെന്ന് അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കാര്യം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ്. ഞാൻ അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ കണ്ട പെരുമ്പളം പാലം എന്തിനുണ്ടാക്കിയത്? അതിങ്ങനെ ഈ പാലവും അല്ലെങ്കിൽ ഈ പറയുന്ന വികസനമൊക്കെ ചെയ്തു എന്ന് കാണിക്കാനാണോ? പാലവും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പറഞ്ഞ വികസനങ്ങളുടെ ഒരു നായകനാണെന്ന് കാണിക്കാനാണോ? മരുവൻ ഷൈൻ ചെയ്യും മാത്രമല്ല, അതിന്റെ ആ കെട്ടിടത്തിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഊരാളുങ്കലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിഷയം മാറിപ്പോണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ധർമ്മടത്ത് ജയിപ്പിച്ചു വിടുന്നത് കൊണ്ട് എന്ത് ഗുണം എന്നാണ് നാട്ടുകാർ തന്നെ ചോദിക്കുന്നത്. അപ്പൊ ആ ധർമ്മടത്ത് കെ സുധാകരൻ മത്സരിച്ചാൽ, കണ്ണൂര് കെ സുധാകരൻ ഒരു വേള മത്സരിച്ചാൽ അതിന്റെ ഗുണം ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലുടനീളം കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്ന ഒരു എനർജി കണ്ണൂർ, അതായത് ഒരു ജില്ലയിൽ ഒരു പ്രമുഖ നേതാവ് മത്സരിച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു ബൾബ് ഒരിടത്ത് കത്തിച്ചാൽ അതിന്റെ പ്രകാശം എല്ലായിടത്തും പകരുമെന്ന് പറയുന്ന പോലെ കണ്ണൂർ ജില്ലയിൽ കെ സുധാകരൻ നിന്നാൽ അതിന്റെ ഒരു ഇമ്പാക്ട് കണ്ണൂർ ജില്ലയിൽ മൊത്തത്തിൽ, കണ്ണൂർ സീറ്റ് ഒരു സീറ്റുണ്ട്, അതിനടുത്താണ് ധർമ്മടം വരുന്നത്. ഒന്നിലധികം ധർമ്മടം നിൽക്കട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കണ്ണൂർ നിൽക്കട്ടെ, ഇവിടെ എവിടെ വേണോ അദ്ദേഹം നിന്നാലും കണ്ണൂരിൽ പ്രകാശം ഉണ്ടാവും. അതുപോലെ അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിച്ചാൽ ഉറപ്പായും അദ്ദേഹം ജയിക്കും. കാര്യം കോന്നി മണ്ഡലത്തിൽ അടൂർ പ്രകാശ് അല്ലാതെ വേറൊരാൾ ഈസി വാക്ക് ഓവർ ഉണ്ടാവത്തില്ല. അപ്പം ഈസി ആയിട്ട് ജയിച്ചു വരുന്ന ഒരാള് അദ്ദേഹമാണ്, അടൂർ പ്രകാശാണ്. അപ്പൊ ഇങ്ങനെ ഇതിപ്പോ നമ്മളിത് പറയുമ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, അല്ലെങ്കിൽ കേഡർ പാർട്ടിയല്ല. കേഡർ പാർട്ടിയിൽ ഇവിടെ ഓരോ സംസ്ഥാന സമ്മേളനം കൂടുമ്പോഴും അവർ ഓരോ ടേം വ്യവസ്ഥ വയ്ക്കും. 2 കൊല്ലം മത്സരിച്ചവർ ഇനി മത്സരിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ തീരുമാനം ഇരുമ്പോലൊക്കെ അല്ല എന്നുള്ളത് കോൺഗ്രസിന് ചിന്തിക്കാം. ഇവരെന്താ കേഡർ പാർട്ടിക്ക് പഠിക്കുവാണോ? കോൺഗ്രസ് ഇവർ കേഡർ പാർട്ടിക്ക് പഠിക്കുവാണോ? അവർക്ക് എന്താ ഈ പറയുന്ന പോലെ ഈ കേരളത്തിലെ ഭരണം തിരിച്ചു പിടിക്കേണ്ടത് ഇവരുടെ ഒരു ആവശ്യം കൂടെ അല്ലേ? അപ്പൊ ഇവർ ഭയക്കുന്നത്, ഇവർ എന്തിനിങ്ങനെ ഭയക്കുന്നു? ഷാഫിയെ പാലക്കാട് ഇറക്കിയാൽ ഉണ്ടാക്കാമെന്ന്. ഇനിയിപ്പോ കോൺഗ്രസ് പാർട്ടിക്ക് പാലക്കാട് രമേശ് പിഷാരടി എന്ന് പറയുന്നു. ഇതെന്നാ കോമഡിയാണോ എന്നൊക്കെയാണ് ഇതിൽ താഴെ കമന്റ് ഒക്കെ വരുന്നത്. ഏതായാലും പാലക്കാട് ഒരു നല്ല സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തണം. കാര്യം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ശക്തനായ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. ഷാഫിക്ക് പകരം മാങ്കൂട്ടം ഈക്വൽ ആയിരുന്നു. ഇനി ഷാഫിക്ക് പകരം ആര് പാലക്കാട് മത്സരിക്കും? ചേട്ടാ, ഈ രമേശ് പിഷാരടിയെ നമ്മൾ അത്ര വില കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു കടുത്ത കോൺഗ്രസ്സുകാരാണ്, ഒരു വലതുപക്ഷ സഞ്ചാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നിലപാടുകളുണ്ട്, വ്യക്തമായ നിലപാടുകളുണ്ട്, ശക്തമായ നിലപാടുകളുണ്ട്. പലപ്പോഴും അദ്ദേഹം പൊതുവേദികളിൽ, അദ്ദേഹം ഒരു കലാകാരനായിരുന്നിട്ട് പോലും അദ്ദേഹം പലപ്പോഴും ഇടതുപക്ഷത്തിന്റെ കുറവുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഭയപ്പെടാതെ, ഉറപ്പിച്ച് ഞാൻ പറയുന്നത്, ഭയപ്പെടാതെ നിലപാടുകളിൽ ഉറച്ച്. മനസ്സിലായോ? അപ്പൊ അദ്ദേഹത്തെ അത്ര നമ്മളൊരു കൊമേഡിയൻ അല്ലെങ്കിൽ ഒരു കോമഡിക്കാരൻ എന്ന് പറഞ്ഞാൽ, അല്ല, ഞാൻ ഇതിന്റെ കമന്റുകളാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ ഒരു കമന്റ് പറഞ്ഞതേ ഉള്ളൂ. കാര്യം ഈ നമ്മളെ മറ്റു ചാനലുകളിലൊക്കെ ഇത് വരുമ്പോൾ, വാർത്ത വരുമ്പോൾ ഇതിന്റെ താഴെ കമന്റ് വരുമല്ലോ, അത്തരത്തിലൊരു കമന്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിയില്ല. കോമഡിക്കാരൻ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ കമന്റ് ഇടുന്നവരൊന്നും പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. 290 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ട് വീട്ടിലെ കസേര കാലും കയറ്റി വെച്ചിട്ട് മൊബൈലും പൊക്കി പിടിച്ചോണ്ട് കമന്റ് ഇടുന്ന ഏതൊരുത്തരും കമന്റ് ഇടാനായിട്ടൊക്കെ പറ്റും. അതൊന്നും നമ്മൾ ശ്രദ്ധിച്ച കാര്യമൊന്നുമില്ല. മുഖമില്ലാത്ത വിമർശനം. അതെ, മുഖമില്ലാത്തവർ വിമർശിച്ചുകൊണ്ടേ ഇരിക്കും. അതിനെതിരെ പണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്ന ഒരു പഴമൊഴിയുണ്ട്, പട്ടി വരച്ചാൽ പടിപ്പുര തുറക്കുക എന്ന് പറഞ്ഞാലാണ് കമന്റ് വന്നു കഴിഞ്ഞാൽ കമന്റിനോടൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പിഷാരുടെയും കഴിവുള്ള ആൾ തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന ഷാഫി പറമ്പിലിന്റെയും മാങ്കൂട്ടത്തിന്റെയും ഒന്നും ഒരു വ്യക്തിപ്രഭാവം പിഷാരടിക്ക് ഇല്ല എന്നുള്ളതും അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതും നമ്മൾ ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. പക്ഷെ
പിഷാരടി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ അടൂർ പ്രകാശിലേക്ക് വന്നാൽ, എന്തുകൊണ്ട് അടൂർ പ്രകാശ്? അടൂർ പ്രകാശിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശ് കാലങ്ങളായിട്ട് കോന്നി, എനിക്കറിയാം, എൻ്റെ അറിവിൽ നമുക്ക് പത്തനംതിട്ടയൊക്കെയുള്ള കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ചേച്ചിയോട് ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, അവർ KR ഗൗരിയുടെ ബന്ധുവാണ് ആ ചേച്ചി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അവർ താമസിക്കുന്ന കോന്നിയിലാണെന്നേ ഉള്ളൂ. ആ ചേച്ചിയൊക്കെ വിവാഹം കഴിച്ചുകൊണ്ട് പോയതാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഈ അടൂർ പ്രകാശിനെ ജയിപ്പിക്കുന്ന? ആ ചേച്ചി ചിരിക്കുക മാത്രമേ. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ബന്ധുബലമുണ്ട് ദാസെ, അദ്ദേഹത്തിന് വളരെയധികം ബന്ധുബലമുള്ള ആളാണ് എന്ന് അവിടെ ആ ഏരിയയിൽ അവർക്ക് അദ്ദേഹത്തിന് ഭയങ്കരമായ ബന്ധുബലമാണ്. ബന്ധുബലത്തെക്കാൾ ഉപരി അദ്ദേഹം SNDP കമ്മ്യൂണിറ്റിയിലെ ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതന്നെ, SNDP കമ്മ്യൂണിറ്റിയിലെ ആളാണ്. അപ്പോൾ പത്തനംതിട്ടയിൽ ജാതിക്കും ബന്ധുബലത്തിനേക്കാൾ ഉപരി അദ്ദേഹത്തിനോട് ഭയങ്കരമായ കാര്യം. കാരണം കോന്നിക്കാരുടെ സ്വന്തം പ്രകാശ് ഏട്ടനാണ്, പ്രകാശ് അണ്ണൻ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ വേറെ ആരും ഇപ്പൊ കഴിഞ്ഞ തവണ ജനീഷാണ് ജയിച്ചത്. ഈ ജനീഷ് ജയിച്ചിട്ട് അവിടെ എന്താ ചെയ്തത്? ജനീഷ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പട്ടി ഷോ കാണിക്കുന്നതൊക്കെ നമ്മളിവിടെ TV-യിൽ വാർത്തകളിലൊക്കെ കണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെയും അതിന് മുമ്പത്തെ തവണയുള്ള LDF-ന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയം പലയിടങ്ങളിലും കോൺഗ്രസിന് പാളി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇത്തവണ പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തവണയും ഇലക്ഷനിൽ പാളിച്ച ഉണ്ടാവും. ഈ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയാൽ ഇപ്പോ ഏകദേശം 40 പേരുടെ എങ്ങാണ്ട് ലിസ്റ്റ് ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് അതിലിപ്പോ ഷാഫി പറമ്പിൽ, നമ്മള് വളരെയധികം പ്രതീക്ഷിച്ചിരുന്നതാണ് ഷാഫി പറമ്പിലിന്റെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമെങ്കിൽ പോലും ഷാഫി പറമ്പിൽ ഇല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്താണെങ്കിലും വരും ദിവസങ്ങൾ കോൺഗ്രസിനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ BJP-ക്കും നിർണായകമാണ്. ശക്തരായ ഒരു കാര്യം പ്രശാന്ത് പറഞ്ഞതിൽ ഈ പറയുന്ന പിഷാരടിയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് പിഷാരടി ജയിക്കില്ല എന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ അവിടെ പ്രശാന്തിനെ അറിയാവുന്നറിയില്ല, പാലക്കാട് BJP ഭയങ്കര സ്ട്രോങ് ആണ്. കാര്യം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, രാഹുൽ മാങ്കൂട്ടം മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള ആളാണ് ഞാൻ. ആ റിപ്പോർട്ട് ഞാൻ എടുക്കാൻ പോകുമ്പോൾ ഞാൻ ശരിക്കും അതിശയിച്ചു പോയി. കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് അത്ര കണ്ട് സ്നേഹമാണ് നാട്ടുകാർക്ക് ഉണ്ടായിരുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മാങ്കൂട്ടത്തിന് കിട്ടിയ സപ്പോർട്ട് അതിഭീകരമാണ്. അവരുടെ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറായിരുന്നു. കൃഷ്ണകുമാറിന് ആർക്കും താല്പര്യമില്ല, പാർട്ടിക്കകത്ത് പോലും താല്പര്യമില്ല. കൃഷ്ണകുമാർ സുരേന്ദ്രൻ പക്ഷവും സുരേന്ദ്രൻ പക്ഷത്തല്ലാത്തവരും ഉണ്ട്. ഇപ്പൊ സുരേന്ദ്രൻ കാസർഗോഡ് മത്സരിക്കുന്നത് പോലും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസിൽ ഈ പറയുന്ന കെ സുധാകരൻ കണ്ണൂർ മത്സരിക്കുകയാണെങ്കിൽ അത് കണ്ണൂർ ജില്ലയിൽ മൊത്തത്തിലും, കോന്നിയിൽ ഈ പറയുന്ന നമ്മുടെ അടൂർ പ്രകാശ് മത്സരിക്കുകയാണെങ്കിൽ അത് കോന്നിയിലും പത്തനംതിട്ട ജില്ലയിലും സമീപപ്രദേശങ്ങളിലും വളരെ ഒരു അതിൻ്റെ ഒരു പ്രഭ ഉണ്ടാക്കാം. അങ്ങനെ ഇത്തരത്തിൽ തൃശ്ശൂരായിരുന്നാലും പിന്നെ ആലപ്പുഴ ആയിരുന്നാലും കൊല്ലത്തായാലും തിരുവനന്തപുരത്തായാലും പേരെടുക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവരിങ്ങനെ നിർത്തിയാൽ അതാത് ജില്ലകൾ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും.